നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ് കേട്ടോ. ഇതിനകത്ത് കളവോ വഞ്ചനയോ ചതുവോ ഒന്നുമില്ല. കേരളത്തിൽ ഇത്രയധികം കൃത്യമായി സത്യസന്ധതയോടുകൂടി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരേ ഒരു വേട്ടാവളിയനുണ്ടെങ്കിൽ അത് ഈ കാണുന്ന സാധനമാണ്. കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിജിയെയും കേരളത്തിലെ BJP-യൊക്കെ ഇങ്ങനെ വെള്ള പൂശാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഒരു കരയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ഈ വേട്ടാവളിയൻ പെടുന്ന പാട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, ഇത് സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ്. നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJP-യുമായിട്ട് അടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവിടെ മറ്റു ചിലർക്കൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അസ്വസ്ഥതയൊക്കെ കാണുന്നുണ്ടല്ലേ. സത്യത്തിൽ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ശാപം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപനെ പോലുള്ള ചില യൂദാസുകളാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അല്ലേ. കാരണം അത്തരത്തിലുള്ള പ്രവർത്തികളാണല്ലോ ഇവനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിജിയുടെ വികസന നേട്ടങ്ങൾ, രാജ്യത്തിന് നരേന്ദ്രമോദിയും സർക്കാരും BJP സർക്കാരും നൽകുന്ന സംഭാവനകൾ, ഇനി കേരളത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ക്രൈസ്തവ സഭയുടെ ഇടയിൽ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനോട് വല്ലാത്ത ഒരു അകമഴിഞ്ഞിട്ടുള്ളൊരു സ്നേഹം, ഒരു കടപ്പാടൊക്കെ ഇവർക്കുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ആരും കണ്ടിട്ടില്ല, ഇതാരും കേട്ടിട്ടുമില്ല, ആരുടെ ആണെന്നൊന്നും നമുക്കറിയില്ല. ഇത് സ്ക്രിപ്റ്റഡ് അല്ല, ഇതാരും ചെയ്തിട്ടുള്ളതും അല്ല. ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഇത് സത്യസന്ധമായിട്ട് ക്രൈസ്തവ സഭയുടെ ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു ചർച്ച. ആ ചർച്ചയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തോട്ട് ലീക്കായി എന്നാണ് ഈ പറയപ്പെടുന്ന മഞ്ഞപ്പത്രത്തിന്റെ കൊണാണ്ടർ ഈ ഒരു ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് സംഘപരിവാറിനെ മോദിജിയൊക്കെ ഇങ്ങോട്ട് വെള്ള പൂശാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതെവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്താണെങ്കിലും ഈ വോയിസ് ക്ലിപ്പിൽ പറയപ്പെടുന്ന വ്യക്തി ആരാണെന്നൊന്നും നമ്മുടെ ഈ മഹാൻ അറിയത്തൊന്നുമില്ല കേട്ടോ. സംഭവം ഒരു വാർത്ത കണ്ടു, അത് കേട്ടപ്പോഴത്തേക്ക് അതിവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എത്തിക്കണമെന്ന് മാത്രം, അതൊരു മാധ്യമ ധർമ്മം എന്ന രീതിയിൽ മാത്രമാണ് നമ്മുടെ ഈ വേട്ടാവളിയൻ മഞ്ഞപ്പത്രക്കാരൻ ഈ ഒരു വാർത്തയായി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവൻ ജനിച്ചത് കേരളത്തിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. കേരളത്തെ ഇത്രയധികം മോശമായി ചിത്രീകരിക്കുന്ന ഈ പരനാറിയൊക്കെ നമ്മളിനി എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? എന്തായാലും ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം. ഇത് സ്ക്രിപ്റ്റഡ് ആണോ, ഇത് ഒറിജിനൽ ആണോ എന്നൊക്കെ ഉള്ളത് അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങളുടെ ദൈവമാർക്ക് മറുപടി കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാല്ലേ. പൊക്കോ. നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായി. ആരാണ് ഈ വോയിസ് ക്ലിപ്പിന്റെ ഉടമയെന്ന് ഞാൻ കഴിഞ്ഞ 2-3 ദിവസം അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല. ഏത് ഗ്രൂപ്പിലാണ് ഈ സംഭാഷണം ഉണ്ടായതെന്നും മനസ്സിലായില്ല. പക്ഷേ ഈ സംഭാഷണത്തിന്റെ സ്വാഭാവികതയും അത് ഉയർത്തുന്ന വിഷയവും ആരും അറിയാതെ പോകരുതേ എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാനത് പ്രേക്ഷകരെ കാണിക്കുന്നത്. ഏതോ ഒരു ക്രിസ്ത്യൻ വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. അവിടെ എന്തോ ഒരു ചർച്ച നടക്കുന്നു. ഒരുപക്ഷെ എൻ്റെ ഏതെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള ചർച്ചയാവാം. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതുപോലെ എന്നവിടെ പറയുന്നുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള വൈദികൻ അതിലൊരു എതിരഭിപ്രായം പറയുന്നു. അതായത് നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറയുന്നു. ഇത് കേട്ട് ആ ഗ്രൂപ്പിലുള്ള വിശ്വാസിയായ രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ടില്ലാത്ത ഒരാൾ നൽകുന്ന മറുപടിയാണ്. ഈ മറുപടിക്ക് അധികം വിശദീകരണങ്ങളൊന്നും നൽകേണ്ടതില്ല. അതിന്റെ സ്വാഭാവികതയാണ് അതിന്റെ അഴകെ. പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നുമില്ലാതെ ഒരു സംഭാഷണത്തിന്റെ ബാക്കിയായി പൊടുന്നനെ അദ്ദേഹം പറയുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളാവട്ടെ മോദി സർക്കാരിന്റെ രാഷ്ട്രീയം, അവരുടെ ഭരണം, വികസനം, കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലൂടെയും അത് കടന്നു പോവുകയാണ് സ്വാഭാവികമായി. ഒരുപക്ഷെ BJP നേതാക്കൾക്ക് പോലും ഇത്രയും ഭംഗിയായി, ഇത്രയും ചുരുക്കി, ഇത്രയും സമയം കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച്, BJP-യുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഭംഗിയായി ഒരു വിശ്വാസി, BJP-കാരനല്ലാത്ത ഒരു ക്രൈസ്തവ വിശ്വാസി എണ്ണി പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പലപ്പോഴും നിഷ്പക്ഷരായ സമൂഹം എന്തുകൊണ്ടാണ് മോദി സർക്കാരിനെ ഇഷ്ടപ്പെടുന്നത്? മോദി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ എങ്ങനെയാണ് രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുന്നതായി ഇവർ കരുതുന്നത് എന്നതിനുള്ള ഉത്തരമാണ് ഈ സംഭാഷണം മുഴുവൻ കേൾക്കുക. ഇവരുടെ ഈ കേന്ദ്രഭരണം മോശമൊന്നുമല്ല. അത് നമ്മൾ കേരളത്തിൽ ഇരുന്ന് ഈ കുറ്റം പറയുന്നത് കൊണ്ട് കേരളത്തിലുള്ള മലയാളികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞു 4 ഹൈവേകള് അമേരിക്കൻ റോഡിന് ഈക്വൽ ആയിട്ട് പണിതിട്ടുണ്ട് എന്ന് നിയമസഭ വിളിച്ചു പറഞ്ഞു. അത് ആര് പണിതാണ്? ദേശീയപാത ഇവര് പണിതാണ്. കേന്ദ്ര സർക്കാർ പണിത് കൊടുത്ത 4 ഹൈവേയാണ്. പിണറായി ഏതാണ്ട് സഹായിച്ചതുപോലെയാണ്. പിണറായി എന്ത് സഹായിച്ചു? നമ്മൾ വികസനം കാണണമെങ്കിൽ കേരളത്തിന് പുറത്തു വരണം, എങ്കിൽ മാത്രമേ വികസനം കാണാൻ പറ്റുള്ളൂ. കേരളം അന്നും ഇന്നും പൊട്ടൻ റോഡുകളും പിന്നെ എന്താ പറയുക ഒന്നുമില്ല. ഇപ്പോ മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറഞ്ഞപ്പം നോർത്ത് ഇന്ത്യയെ കുറ്റം പറഞ്ഞവരല്ല ഇപ്പൊ ഇൻഡോറിനെ കുറിച്ച് പറയാൻ പറയും. ഞാൻ ഇൻഡോറിൽ പോയി കണ്ടയാളാണ്, ഞാൻ വിസിറ്റ് ചെയ്തയാളാണ്. ഇൻഡോർ മാത്രമല്ല, അച്ഛൻ ജബൽപൂർ ഒന്ന് പോയി നോക്ക്.
ഇനി ബിലാസ്പൂർ പോയി നോക്ക്, ജബൽ 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മതി തോന്നുന്നു. ഈ ബിലാസ്പൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളൊരു വൈകിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു 10-24 പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ട്രെയിനൊക്കെ ഇങ്ങനെ സെക്കൻഡ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കോർബ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. എനിക്കറിയില്ലേ കോർബ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്. നമ്മൾ ഈ ബിലാസ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കോർബയിലേക്ക് തുരുതുര ട്രെയിനാണ്. അതായത് മിനിറ്റ് ട്രെയിനാണ്. നമ്മൾ മുംബൈയിൽ അങ്ങനെ ഉണ്ടെന്ന് കേട്ടു. നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല ഇന്ത്യ മുഴുവൻ നടക്കുന്നത്. അതുപോലെ 100ഓളം എയർപോർട്ടുകൾ ഇന്ന് പണിതുകൊണ്ടിരിപ്പുണ്ട്. കേരളത്തിൽ എത്ര എയർപോർട്ട് പണിയുന്നുണ്ട് വെച്ചാൽ എത്ര എണ്ണം പണിയുന്നുണ്ട്? ഈ കഴിഞ്ഞ ആഴ്ചയാണ് കർണാടകത്തിലെ ഷിമോഗ എയർപോർട്ട് പണിതത്. ഞാൻ ഈ ആഴ്ച ഞാനൊരു BJP കാരനല്ല. പക്ഷെ നരേന്ദ്രമോദി ചെയ്യുന്നത് ഈ പത്രപ്രവർത്തകൻ പറഞ്ഞ പോലെ ചെയ്യുന്നത് ചെയ്തില്ല എന്ന് പറയരുത്. കാരണം എന്നെ കൊണ്ട് ഭരിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് രാവിലെ നേരെ വെളുക്കുന്നത് മുഴുവൻ കുറ്റമാണ്. നോർത്ത് ഇന്ത്യയെ നോക്കി കുറ്റം പറയുന്നു, തമിഴ്നാടിനെ നോക്കി കുറ്റം പറയുന്നു. എന്നാൽ ഏറ്റവും ഇന്ത്യയിൽ അധപ്പതിച്ച് കിടക്കുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് ഇവരെല്ലാം വിസ്മരിച്ചിരിക്കുകയാണ്. ഇവരിങ്ങനെ തലയിൽ അടിച്ചു വെച്ചിരിക്കുകയാണ് പ്രബുദ്ധ കേരളം. ഇപ്പോഴാണ് ഈ മാലിന്യ പ്രശ്നം കൊച്ചിയിൽ ഉണ്ടായപ്പോഴാണ് കൊച്ചിക്കാരുടെ തലയിൽ ബോധം ഉദിച്ചത് ഇൻഡോറിൽ ഇങ്ങനെയാണല്ലോ എന്നുള്ളത്. മലയാളി മാക്സിമം പോയിട്ടുള്ളത് കൊച്ചി വരെ പോകും, അതിനപ്പുറത്തേക്ക് പോകില്ല. അതുകൊണ്ട് കൊച്ചിക്കപ്പുറം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം മലയാളിയെ സംബന്ധിച്ച് ഒരു കുഴപ്പമുണ്ട്, അവൻ ഏത് രാജ്യത്ത് പോയാലും ഏത് സ്റ്റേറ്റിൽ പോയാലും കുറ്റം പറയാം. അമേരിക്കയിൽ പോയിട്ടും സായിപ്പിനെ കുറ്റം പറയുന്ന ടീമുകളാണ് നമ്മൾ, മനസ്സിലാക്കുക. നമുക്കതേ അറിയൂ, അതിനപ്പുറത്തേക്കൊന്നും അറിയില്ല. ഇവരുടെ ഒന്നും നല്ലത് കാണാൻ ആർക്കും അറിയില്ല. കഴിഞ്ഞ ആഴ്ച ഷിമോഗയിൽ കർണാടകയിൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്ത് കർണാടകത്തിൽ തന്നെ ഹുബാലി, അതായത് അവിടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യാണ്. ഗിന്നസ് റെക്കോർഡാണ്. തമിഴ്നാട്ടിൽ തന്നെ 4 എയർപോർട്ടാണ് വരുന്നത്. അതുകൂടാതെ മധുരയിൽ ഒരു മെട്രോ വരുന്നു. അത് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെട്രോയാണ് മധുരയിൽ വരുന്നത്. ആരാണ് കാശ് കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് കാശ് കൊടുക്കും. പിടികിട്ടിയോ ഞാൻ ഈ പറഞ്ഞത്? അതുപോലെ ഈ തവണ നമ്മൾ കണ്ടതാണ് മുംബൈ ടു ഡൽഹി എക്സ്പ്രസ് ഹൈവേ. അതെന്ന് പറയുന്നത് അമേരിക്കൻ റോഡിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആണ്. മനസ്സിലാക്കുക. അത് ഇവിടുത്തെ മാമ ചാനൽസ് ഉൾപ്പെടെ പോയി ടെസ്റ്റ് ചെയ്തതാണ്. നമ്മളത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ പിന്നെ മാമ ചാനൽസ് അത് കാണിച്ചിട്ടില്ല. അവിടെ 150 കിലോമീറ്റർ വേഗതയിൽ നമുക്ക് കാർ ഓടിക്കാം. പോകുന്ന വഴിക്ക് വെയിറ്റിംഗ് ഷെഡുകൾ, ഹോസ്പിറ്റൽസ് എല്ലാം ഉണ്ട് റോഡ് സൈഡിൽ. അതോടൊപ്പം തന്നെ സൗരോർജ്ജ പാനൽ വെച്ചിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകൾ, നമുക്ക് മൊബൈൽ ചാർജ്, അങ്ങനെയൊക്കെ ഒത്തിരി ഫെസിലിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കാണാതെ ഇരുന്നിട്ട് ഒന്നും അറിയില്ലാത്ത ഈ കേരളത്തിലെ കുഗ്രാമത്തിൽ ഇരുന്നിട്ട്, അതായത് അണ്ടർ ഡെവലപ്ഡ് ആണ് നമ്മുടെ സ്റ്റേറ്റ്. ഇപ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആണ്, ഡെവലപ്ഡിന് താഴെയാണ്. കാരണം പൊട്ടിയ റോഡുകളും റോഡിൽ എവിടെ പോയാലും മാലിന്യങ്ങളും ഒക്കെ കിടക്കുന്ന അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പൊ നമ്മുടേത്. അവിടെ ഇരുന്നിട്ട് നകളിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് കേരളം വേണ്ടോ? പ്രൈം മിനിസ്റ്റർ നാഗാലാൻഡിൽ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കേരളം പിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അയാൾ കേരളത്തിൽ സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതാ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു. അത് വെച്ചല്ലോനെ പിടിക്കുന്ന പറഞ്ഞത്. അതിനുശേഷമാണ് ജോയി ആലുക്കസിനെ പിടിച്ചതും ഈ MA യൂസഫ് അലിക്കൊക്കെ ഈ നോട്ടീസ് പോയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഡെവലപ്മെന്റ് കാണണമെങ്കിൽ നോർത്ത് ഇന്ത്യയിലും ഈ എത്രയോ ഇപ്പൊ തന്നെ 25 എക്സ്പ്രസ് ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുന്നു, ലോങ്സ്റ്റ് ഇന്ത്യയിൽ. മനസ്സിലാക്കുക. കേരളത്തിൽ ഇതൊന്നുമില്ല. നമ്മുടെ പന്നിക്കൂടാണ്. അപ്പൊ നമ്മളിങ്ങനെ പ്രതിരോധ യാത്രയൊക്കെ വെച്ച് കുറെ 90% പൊട്ടന്മാർ ജനത്തെ കബളിപ്പിക്കുക, 5-ാം വർഷം വോട്ട് മേടിക്കുക. ഇനി അടുത്തത് ഏതായാലും നല്ല ഗുണം വരും. കാൻ കയറി മുടിഞ്ഞു കഴിയുമ്പോൾ. കേരളം പന്നിക്കൂടാണ് കേട്ടോ. സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, കൃത്യമായ ഒരു വാർത്ത. പക്ഷെ ഇത് എവിടുന്നാണ് എന്നെനിക്കറിയില്ല, ഏത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ജെനുവിനായിട്ടുള്ളൊരു വാർത്തയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് പ്രചരിക്കേണ്ട ഒരു വാർത്തയായതുകൊണ്ടാണ് സത്യസന്ധമായി വാർത്ത ചെയ്യുന്ന, കള്ളത്തരങ്ങളൊന്നും പറയാത്ത ഒരു പാവം മാധ്യമ പ്രവർത്തകൻ ഈ ഒരു വീഡിയോ ഈ സെപ്റ്റി ടാങ്കിലൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. 2023 വിട്ടിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ. പക്ഷെ ഇത് ഞാനിപ്പോൾ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വികസനത്തെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നു, കേരളം പന്നിക്കൂടാണെന്ന് പറയുന്നു, കേരളത്തിൽ യാതൊരു തരത്തിലുള്ള വികസനമില്ലെന്ന് പറയുന്നു, ഇന്ത്യ മുഴുവൻ നരേന്ദ്രമോദിജിയും BJPയുമാണ് ഇവിടുത്തെ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നത് പറയുന്നു. അല്ല, എനിക്ക് മനസ്സിലാകാത്തതേ, ഇവരൊക്കെ വീട്ടിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വന്നിട്ടാണോ ഈ രാജ്യത്തെ ഡെവലപ്പ് ആക്കുന്നത്? ഈ പറഞ്ഞ നീയും ഈ പറയുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ നികുതി പണം കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഡെവലപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവരുടെ ഒന്നും തറവാട്ട് സ്വത്തൊന്നും അല്ല ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ. എന്താണെങ്കിലും ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത് നിങ്ങൾക്കിത് കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായല്ലോ അല്ലേ? പാവം ഒരു സർക്കാരിനെയും നമ്മുടെ പ്രധാനമന്ത്രി ജിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വെള്ളം പൂശാൻ വേണ്ടി ഈ പാവം കിടന്ന് പെടുന്ന പാടുണ്ടല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് വല്ലവർക്കും അറിയാവോ? മാസാമാസം പൈസ കൊടുത്താണല്ലോ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് കാണിക്കണം. ഇതാണ് ഒരു യഥാർത്ഥ ഒരു മാധ്യമ പ്രവർത്തകൻ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.